നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് യാത്ര പോവുകയാണ്. അതായത് ഇപ്പം ചിലപ്പോൾ ഒരു 2 ദിവസം വെറുതെ ഐഡിലായിട്ടിരിക്കുന്ന വാഹനമായിരിക്കും, അല്ലെങ്കിൽ തലേ ദിവസം കൊണ്ടിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക്, അടുത്ത ദിവസം ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു വാഹനമാണെങ്കിൽ, നമ്മൾ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് നമുക്ക് ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് അന്നേരം പോകാൻ സാധിക്കുമോ, അതോ കുറച്ച് നേരം ഐഡ്ലിങ്ങിൽ ഇടണോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് സൂപ്പർ സീൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എന്നും നമ്മൾ പുതിയൊരു ദിവസം വണ്ടി എടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ എടുത്തുകൊണ്ട് പോകാവോ, അതോ കുറച്ചു നേരം സ്റ്റാർട്ടാക്കി ഇട്ട് എടുക്കുന്നതാണോ വാഹനത്തിന് നല്ലത്? എങ്കിൽ അതിന് പിന്നിലെ ലോജിക്ക് എന്താണ് ചേട്ടാ? ഷുവറായിട്ട് നല്ലൊരു ചോദ്യമാണ്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊരു സംശയം കാണുമായിരിക്കും. ഞാൻ ചെറിയൊരു വീഡിയോനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്നുകൂടെ ചെയ്യുന്നത്. അതായത് സംഭവം വേറെ ഒന്നുമില്ല, നമ്മുടെ മനുഷ്യ ശരീരമായിട്ട് തന്നെ നമുക്ക് വാഹനം ഒന്ന് കമ്പയർ ചെയ്യാം. അതായത് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നന്നായിട്ട് റെസ്റ്റ് എടുത്ത് നമ്മളിങ്ങനെ ഉറങ്ങിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാൻ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടയർഡ്നെസ് തോന്നും, പെട്ടെന്ന് ഓടാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. എന്നാൽ അതേ സ്ഥാനത്ത് ഉറക്കം എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് നടന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി പിന്നെ ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓക്കെ ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ അവസ്ഥയും. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്യുന്നത്, അതായത് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ആക്സിലറേറ്ററിലോട്ടങ്ങ് കാല് വെച്ച് വാഹനം അങ്ങോട്ട് റേസ് ആക്കുക. കാരണം അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലത്തൊക്കെ ഈ വാഹനം നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് വരുന്ന രീതിക്ക് ഇപ്പോഴും ആക്സിലറേറ്റർ കൊടുത്ത് അതിങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടിരിക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ചിലപ്പോൾ ഒരു ദിവസമൊക്കെ വാഹനം വെറുതെ ഇരുന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വാഹനം തന്നെ ഒരല്പം റേസ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല, അത് നോർമലാണ് അങ്ങനെ വരുന്നത്. കാരണം ആ ഒരു നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് റേസായി നിൽക്കുന്നത്. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട. ഞാൻ പറയുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡെങ്കിലും, അല്ലെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അത്രയൊന്നും ആർക്കും ക്ഷമയില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു 30 സെക്കൻഡെങ്കിലും, 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ ഒരു 30 വരെ ഒന്ന് എണ്ണുന്ന ടൈമും എണ്ണണമെന്ന് ഞാൻ പറയത്തില്ല. വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്തിട്ട് ചുമ്മാ നമുക്ക് ആ പാട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു FM സ്റ്റേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് വാഹനം ഏകദേശം ഒരു 30 സെക്കൻഡ് ആവും. അന്നേരം വാഹനം ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആവും. ഏറ്റവും നല്ലത് 1 മിനിറ്റെങ്കിലും വെക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ അതുവരെ ഒന്നും ആർക്കും വെയിറ്റ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു 30 സെക്കൻഡെങ്കിലും. കാരണം ഈ 30 സെക്കൻഡ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം ഏകദേശം ഒരു ദിവസമോളം അവിടെ ഐഡിലായിട്ട് നിൽക്കുന്ന സമയത്ത് എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ഏറ്റവും താഴെയുള്ള സമ്പിലോട്ട് ചെല്ലുന്നതായിരിക്കും. അപ്പം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ എഞ്ചിൻ ഓയിൽ വേണം മേളിൽ ഏറ്റവും ടോപ്പിലുള്ള വാൽവ് വരെ, അതായത് നമ്മുടെ എഞ്ചിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ വരെ, ഈ താഴേന്ന് എഞ്ചിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ വരെ ഈ എഞ്ചിൻ ഓയിൽ സർക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ എഞ്ചിൻ ഓയിൽ സർക്കുലേഷൻ ചെയ്ത് എല്ലാ ഭാഗത്തും ഓയിലും കാര്യങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഒരു വർക്കിംഗ് പെർഫോമൻസ് ഔട്ട്പുട്ട് നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് അതിൻ്റെ ഹീറ്റും കൂടെ ആകുമ്പോഴത്തേക്കും മാത്രം, അതായത് നോർമൽ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ ആയാൽ മാത്രം നമുക്ക് ശരിക്കും ആ എഞ്ചിൻ്റെ പവർ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ എഞ്ചിൻ ഓയിൽ സർക്കുലേഷനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഈ വാഹനം ഐഡിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് നേരമെങ്കിലും വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ സർക്കുലേഷനാണ്. ഈ എഞ്ചിൻ ഓയിൽ ഏറ്റവും താഴെ നിന്ന് മുകളിൽ അങ്ങ് ഏറ്റവും ടോപ്പ്, എഞ്ചിൻ്റെ ടോപ്പ് പോർഷൻ വരെ എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൈമാണ് നമ്മൾ ഈ പറഞ്ഞ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഓയിൽ സർക്കുലേഷനും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ തേയ്മാനം കുറവായിരിക്കും, എഞ്ചിനകത്ത് വരുന്ന തേയ്മാനം കുറവായിരിക്കും, എഞ്ചിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും, എഞ്ചിൻ്റെ വരെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നതായിരിക്കത്തില്ല, കാർബൺ ഡെപ്പോസിറ്റ്സും കാര്യങ്ങളൊക്കെ കുറയും. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞൊരു ക്ലീനിങ് ഏജൻറ്റാണ്. എഞ്ചിൻ ഓയിലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റും കൂടി ഞാൻ പിൻ ചെയ്തിട്ടേക്ക്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഏതായാലും നമ്മളെപ്പോഴും വാഹനം എടുക്കുന്ന സമയത്ത് ഒരു 30 സെക്കൻഡെങ്കിലും അതിന് ഐഡ്ലിങ്ങിൽ ഇടുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം വാഹനത്തിൻ്റെ എഞ്ചിന് നമ്മൾ മനുഷ്യ ശരീരമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കാര്യം. വളരെ സിമ്പിളാണ്.